അല്ല, ഞാനെന്റെ ഒരു സംശയം ചോദിച്ചതാണേ. അല്ലേലും മോനത്തിരി സംശയം കൂടുതലാണല്ലോ. ഡി, അവരോട് സംസാരിച്ചോണ്ടിരുന്നാ പിന്നെ അതിലേ നേരം കാണത്തുള്ളൂ. നീ വാ, നമുക്ക് കഴിക്കാൻ എടുത്തിട്ട് വരാം. അത് ശരിയാ. എന്നാ പിന്നെ നിങ്ങൾ ഇരിക്കെ, ഞങ്ങൾ പോയി ഫുഡ് എടുത്തിട്ട് വരാം. ഞാനും കൂടി വരാം. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഞാൻ മാത്രം തന്നെ ഇവിടെ വെറുതെ ഇരിക്കുന്ന. എന്നാ പിന്നെ നിങ്ങളോട് വാ, ഓരോരുത്തരും ഓരോരു കറി ചെയ്തെടുത്തോ. ഓക്കേ. എനിക്ക് കുറച്ച് മതി. ഇതെന്താ സാറേ പൂജക്ക് ഇട്ട് കൊടുക്കുന്നതോ? കുറച്ചുകൂടി കഴിക്കുന്നേ. മതിന്ന് പറഞ്ഞല്ലോ, ഇത് തന്നെ കൂടുതലാ. ഓ, വേണേ കഴിച്ചാ മതി. നിങ്ങളിപ്പോ കഴിച്ചിട്ട് എനിക്കെന്താ? അല്ല, നിങ്ങളൊന്നും ഇരിക്കുന്നില്ലേ? നിങ്ങൾ കഴിക്ക് സാറേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. അതെ, നിങ്ങൾ അയച്ചിട്ട് ഞങ്ങൾ അയച്ചോളാം. അതാണല്ലോ നാട്ടു നടപ്പ്. ഡേടേ, ആർഭാടൊന്നും വേണ്ട. വേണേ വന്ന് കഴിച്ചോ, അല്ലേ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാ പിന്നെ ഇരിക്കാലടി, അല്ലാ താറാവ് മൊത്തം കഴിച്ചു തീർക്കും. ശരിയാ. എന്നാ പിന്നെ നീ അവിടെ ഇരുന്നോടി, ഞാൻ ഇവിടെ ഇരുന്നോളാം. നീ അവിടെയല്ലേ ഇരിക്കും. അത് ഇവിടെ നല്ല കാറ്റാ, അതാ. അതെ അതെ അതെ, പറന്നു പോകാതിരുന്നാ മതി. അല്ല, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? നിനക്ക് വേറൊരു സ്ഥലം ഇരിക്കാൻ കണ്ടില്ലേ? ഞാൻ നിങ്ങളുടെ മടിയിലൊന്നല്ല കയറിയിരിക്കില്ല. ഞാനിവിടെ വേറൊരു ചെയറിട്ടിരിക്കുക. എന്തായാലും എന്റെ അടുത്ത് ഇരിക്കണ്ട, വേറെ എവിടെയെങ്കിലും മാറിയിരിക്കാൻ നോക്കൂ. അവളവിടെ ഇരുന്നോട്ടേടാ, അതിനിപ്പോ നിനക്കെന്താ? അതിന് നമുക്ക് എന്റെ അടുത്ത് തന്നെ ഇരിക്കണോ? വേറെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ ഇവിടെ, അവിടെ ഇരുന്നൂടെ? അത് തന്നെ, ഞാൻ നിങ്ങളെ കഴിക്കൂല, ഞാൻ ഈ ഫുഡേ കഴിക്കൂ. നോട്ടം കണ്ടില്ലേ ഉണ്ടക്കണ്ണേ? സാറേ, ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയുണ്ട്? പറയാൻ വരുമായിരുന്നു, ഈ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട്. ആരാ ഉണ്ടാക്കിയേ? ഞാനാ സാറേ. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാ. ആഹാ, ഫസ്റ്റ് ടൈം ആണോ? ബട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാം കൊള്ളാം, എല്ലാ കറികളും കൊള്ളാം. ശരി, നൈസായിട്ട് ക്രെഡിറ്റ് അടിച്ചു മാറ്റി. കൂരിപ്പ്. അല്ല, ബോസിന് വേണ്ടേ മാമ്പഴ പുളിശ്ശേരി? എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് പിന്നെ എന്താ ഇഷ്ടം? എന്നെ ഇഷ്ടാണോ? तेरे माथे पे बिंदिया, तेरी आंखों में काजल है, तमन्ना हमें तुम्हें खुद हम. ഇതാ സാറേ, വെള്ളം കുടിക്കേ. അല്ല ബോസേ, ഇത് കമ്പനി അല്ലല്ലോ, പിന്നെന്തിനാ ഈ ഫോർമാലിറ്റി ഒക്കെ? ഫോർമാലിറ്റിയോ? എന്ത് ഫോർമാലിറ്റി? അല്ല, ഡ്രസ്സിങ്ങിൽ ഈ ഫോർമാലിറ്റി ഒന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. സാറിനൊരു മുണ്ട് ഷർട്ടും അല്ലെങ്കിൽ ഒരു പാന്റ് ഷർട്ടും ഇട്ടാ മതിയായിരുന്നു. അതിനിവിടെ നിന്റെ കല്യാണാണോ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് വരാൻ? അല്ല, എന്റെ കല്യാണത്തിന് നിങ്ങൾ എന്തായാലും മുണ്ട് ഷർട്ട് എടുക്കല്ലോ, അത് നിർബന്ധാണല്ലോ. നീ പറയുന്ന പോലെ ഡ്രസ് ചെയ്യാൻ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല. വൈകാതെ ആയിക്കോളും. ഇരുന്ന് പെറുപെറുക്കാതെ കഴിച്ചിട്ട് എനിക്ക് പോവാൻ നോക്കടി. ഓക്കെ സാർ. ഓ, വല്ലാതൊരു ജീവി തന്നെ. ഇതിന് ഞാൻ എങ്ങനെ വളച്ച് കുപ്പിയിലാക്കും എന്തോ. സ്റ്റീഫ, മതി, ടൈം പോയില്ലേ, നമുക്ക് ഇറങ്ങാം. അല്ല സാർ, എന്താ ഇത്ര പെട്ടെന്ന് പോകുന്ന? സമയത്തിന് ഒരുപാടൊന്നും ആയില്ലല്ലോ. അതെ, കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോവാ സാറേ. അത് പറ്റില്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. സ്റ്റീഫ, നീ വരുന്നുണ്ടോ? ആടാ, ഞാൻ കാറിലാ വന്ന്, നീ പോക്കോ, ഞാൻ പറയാ വന്നോളാം. ഓക്കെ. എങ്കിൽ പിന്നെ ഞങ്ങള് ഇറങ്ങട്ടെ. ഇതാ സാറേ സാറിന്റെ കീ, അകത്ത് സോഫയിൽ ഇരിക്കായിരുന്നു. അയ്യോ സോറി, ഞാൻ മറന്നു. താങ്ക് യു. സോറി സാർ, ഞാൻ എടുത്തുതരാം. വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. ഫുഡൊക്കെ നന്നായിരുന്നു. താങ്ക് യു. അതെ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം നന്നായി എൻജോയ് ചെയ്തു. അതെ, നിങ്ങൾക്ക് നല്ല കൈപ്പുണ്യുണ്ട്. നിങ്ങളെ രണ്ടുപേരും കെട്ടാൻ പോകുന്നവര് നല്ല ഭാഗ്യം ചെയ്തവരാ. എല്ലാവർക്കും ഫുഡ് നല്ല ഇഷ്ടമായി തോന്നുന്നു അല്ലേ? അതെ
അതെ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, നമുക്ക് രണ്ടുപേർക്കും ഇത്രയും കയ്പെന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോയല്ലോടെ. അല്ലടി, നിനക്കെന്ത് പറ്റി? കുറെ നേരമായല്ലോ, വല്ലാത്തൊരു ആലോചന. ഒന്നുമില്ലടി, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ആ സ്റ്റീവ് സാറൊക്കെ എന്ത് പാവാണല്ലേ. അതെന്ത് പറ്റി എനിക്കിപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അല്ല, എനിക്കുണ്ടൊരു ബോസ്. ഫുഡിനെ പറ്റി പറയാത്തത് പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ബായെങ്കിലും പറയാനുള്ള മര്യാദ അങ്ങേക്ക് കാണിക്കായിരുന്നു. ബെസ്റ്റ്. നിനക്കറിയാവുന്നതല്ലേടി ബോസിന്റെ സ്വഭാവം. സ്വഭാവമൊക്കെ അറിയാം, ബട്ട് ഇതങ്ങേരുടെ കമ്പനി അല്ലല്ലോ. ഇവിടെ എന്തിനാ ഇത്രയും ഫോർമാലിറ്റി? നിനക്ക് ഇഷാനൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പണ്ടത്തെ അങ്ങയുടെ സ്വഭാവം ഒരാള് അടുപ്പിക്കത്തില്ലത്രേ. ഇപ്പോഴത്തെ പിന്നെയും കൂളായത്. അയ്യോ കൂള്, ഇടക്ക് കണ്ണി ചോരില്ലാത്ത സ്വഭാവടി. അത് ശരി. അപ്പൊ മോള് വർക്ക് ചെയ്യാനൊന്നല്ല കമ്പനിയിലേക്ക് പോകുന്ന, ബോസിന്റെ കണ്ണി തന്നെ നോക്കി നിക്കാനായിരുന്നല്ലേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, മോളിച്ചെന്ന് കടന്നു. ആൾറെഡി ഞാൻ പറയട്ടെ. ഗുഡ് നൈറ്റ്. കുരിപ്പ് ലൈറ്റ് ഓണേ, ഞാൻ പറയട്ടെ. ബാക്കി നമുക്ക് നാളെ പറയാം. ഗുഡ് നൈറ്റ്. ഡാനി, നീ സ്റ്റെല്ലയും കൂടി കുറച്ച് ദിവസം മുമ്പ് ഒരു മാർക്കറ്റിംഗ് കൊളാബറേഷന്റെ മീറ്റിങ്ങിന് പോയില്ലായിരുന്നോ? പോയിരുന്നല്ലോ. എന്തേ? ആ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നായിരുന്നു. ഇന്ന് ഈവനിങ് അവരിവിടെ എത്തുമെന്ന് കൺഫേം ആയി. എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ട് മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞു. വാട്ട്? ഇതെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? അതറിയില്ല, ബട്ട് അവരൊരു റെപ്യൂട്ടഡ് ഫേം ആണ്. നമ്മുടെ ബ്രാൻഡ് എക്സ്പാൻഷന് നല്ല സ്കോപ്പ് കാണുന്നുണ്ട്. യെസ്, അന്ന് നമ്മൾ പോയപ്പോൾ അവരൊരു ലോങ് ടേം കോൺട്രാക്ട് പേർപ്പസ് ചെയ്തായിരുന്നു. എസ്പെഷ്യലി ഈ മാർക്കറ്റിംഗ് കമ്പനീസും പിന്നെ പ്രൊമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അതെ, അപ്പൊ നല്ലൊരു സ്കോപ്പ് അല്ലേ? ഈ മീറ്റിംഗ് വിട്ട് കളയണോ? ഇല്ല, ഇത് വിട്ട് കളഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അത് വലിയൊരു നഷ്ടമായിരിക്കും. നീ എന്നിട്ട് മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോ? ഇല്ല, അത് പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. 5 മണിന്റെ ഉള്ളിൽ ബോർഡ് റൂം റെഡിയാക്കണം. ഇതാ സാർ, സാർ പറഞ്ഞ ഫയൽസിന്റെ കോപ്പി. 10 എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി 5 എടുക്കാൻ ബാക്കിയുണ്ട്. അതെന്താ? അതെടുക്കാൻ അതിനോട് പ്രത്യേകം പറയണോ? 15 എടുക്കണോന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണല്ലോ. എന്റെ പൊന്ന് സാറെ, അറിഞ്ഞോണ്ടല്ല. പ്രിന്റിംഗ് പേപ്പറിന്റെ സ്റ്റോക്ക് തീർന്നേക്കാ. ഇന്നലെ എത്തിക്കാന്ന് പറഞ്ഞ സ്റ്റോക്കാ, ഇനിയും എത്തിച്ചിട്ടില്ല. അതെന്നിട്ട് സ്റ്റീഫ, നീ ആ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റില് അവരെ കോണ്ടാക്ട് ചെയ്തില്ലായിരുന്നോ? ഞാൻ കുറച്ചുമ്പ് വിളിച്ചായിരുന്നു. അപ്പോ ഇന്ന് ഈവനിങ്ങിനുള്ളിൽ എത്തിക്കാന്നാ പറഞ്ഞേ. ഇത് തന്നെയല്ലേ അവര് പറഞ്ഞോണ്ടിരിക്കുന്ന. അല്ല സാർ, സാറ്റർഡേ സ്റ്റോക്ക് കുറവായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അവരെ വിളിച്ചതാ. എന്നിട്ട് അവര് അന്ന് ഈവനിങ് എത്തിക്കാന്നാ പറഞ്ഞ. ബട്ട് ഇതുവരെയും സാധനം എത്തിയിട്ടില്ല. സ്റ്റീഫ, സ്റ്റോർ മാനേജറെ ഇന്ന് തന്നെ വിളിക്കണം. എന്നിട്ട് ഇന്ന് ഈവനിങ്ങിനുള്ളിൽ തന്നെ സ്റ്റോക്ക് എത്തിക്കാൻ പറയണം. ഇമ്പോർട്ടന്റ് ആണ്. ആടാ, അതിനാ വിളിച്ചോളാം. അല്ല, ആ മീറ്റിംഗിന്റെ കാര്യം എന്താ ചെയ്യണ്ടേ? അതിന്റെ കാര്യം ഞാൻ അറേഞ്ച് ചെയ്തോളാം. നീ ചെല്ല്. എന്നാ പിന്നെ ശരി. അല്ല, നീ എവിടേക്ക് പോകുന്ന? ഞാനവിടെ പോവാനാ, വർക്ക് ചെയ്യാൻ പോകുന്നു. 2-3 ഇമെയിൽ റെഡിയാക്കാനുണ്ട്. അത് പിന്നെ ചെയ്യാം. ഇന്ന് തന്നെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. പ്യൂസ് കമ്പനി കൊളാബറേഷൻ ആണ്. നോ ഡിലേസ്, പെട്ടെന്ന് വേണം. ഇതെന്താ സാർ പെട്ടെന്നൊരു മീറ്റിംഗ്? മുമ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്നൊക്കെ മീറ്റിംഗ് ഉണ്ടാവും. നിനക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അല്ല സാർ, പെട്ടെന്ന് പറഞ്ഞാ ഞാനിതിപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക്. അതൊന്നും എനിക്കറിയില്ല. ഇന്ന് 5:00 ഉള്ളിൽ മീറ്റിംഗ് ഹാൾ റെഡി ആയിരിക്കണം. പിന്നെ ബോർഡ് റൂം നല്ല നീറ്റ് ആയിരിക്കണം. പ്രസന്റേഷൻ, സെറ്റപ്പ് എല്ലാം എവറിത്തിങ് പെർഫെക്റ്റ് ആയിരിക്കണം. ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ റെഡി ആയിക്കോളാം. മീറ്റിംഗ് അറേഞ്ച് ചെയ്തോളാം. അല്ല, ഈ ബോർഡ് റൂം എന്തിനാ ഞാൻ ക്ലീൻ ചെയ്യുന്ന? അതിനെന്താ ഇവിടെ ക്ലീനേഴ്സ് ഇല്ലേ? അല്ല, നിനക്ക് വീടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെക്കാൻ അറിയാലോ. അതുപോലെ ബോർഡ് റൂം അങ്ങ് ക്ലീൻ ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല സാർ, അതിനിവിടെ വേറെ ക്ലീനേഴ്സ് ഉണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റന്റാ, അല്ലാതെ ഇവിടുത്തെ ക്ലീനർ അല്ല. ബോർഡ് റൂം ക്ലീനർ ഇന്ന് ഹാഫ് ഡേ ലീവാ. അതുകൊണ്ട് നീ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ഹാഫ് ഡേ ലീവ്? എന്നെ കൊണ്ട് മനഃപൂർവ്വം ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെ അവർക്കൊക്കെ ലീവ് കൊടുത്തത്. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. പിന്നെ കോർ ടീമൊക്കെ പ്രസന്റ് ആയിരിക്കണം. ഫിനാൻഷ്യൽ ടീമും പിന്നെ മാർക്കറ്റിംഗ് ഹെഡും. മാർക്കറ്റിംഗ് ഹെഡ് അസിസ്റ്റല്ല മാഡം അല്ലേ? എന്റെ പട്ടി വിളിക്കുക. എന്താടി, പോകുന്നില്ലേ? സാർ, പോവാ. പിന്നെന്തിനാ നോക്കി നിൽക്കുന്ന? വേഗം ചെന്ന് എല്ലാം അറേഞ്ച് ചെയ്യാൻ നോക്ക്. ഓക്കെ സാർ. ഇതെന്താ പോസ്റ്റ് ചെയ്ത്? പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് വിചാരിച്ച് ക്ലീനിങ് ചെയ്യണോ? എന്റെ ഒരു തലവിധി. ഇതെന്ത് പറ്റി? 2-3 ദിവസമല്ല പീരിയഡ്സ് ആയിട്ട്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പെയിൻ?
പറ്റി മാഡം? എന്തു പറ്റി? അത് അന്നയല്ലേ? എന്തു പറ്റി? എന്താ മോളെ, എന്തു പറ്റി? ഏയ് ഒന്നല്ല ചേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റിടോ? എന്താ പറ്റിയേ? കണ്ണഴക പാലഴക പൊന്നഴക പെണ്ണഴക ഏയോ തേടി വിരലഴക. ഏയ് ഒന്നല്ല സാർ, അത് ചെറിയൊരു വയറുവേദനയാ. ചെറിയ വയറുവേദനയോ? എന്തു പറ്റി? പീരിയഡ്സ് ആണോ? ആ, ആണോ? തന്റെ കയ്യില് പാഡില്ലേ? പാഡ് ആ ഉണ്ട്. എന്നാ പിന്നെ വേഗം ടോയ്ലറ്റിൽ പോ നോക്ക്. ഓക്കെ സാർ. ഞാൻ പിടിക്കണോ? അല്ലേ ഞാൻ വരാം, താൻ നടന്നോ, ഞാൻ പുറകെ ഉണ്ടാവും. അയ്യോ വേണ്ട സാർ, ഞാൻ പൊക്കോളാം. വേണ്ട, താൻ ഈ പെയിനും കൊണ്ട് പോയാൽ ചിലപ്പോ അവിടെയും കണ്ട് തല ഇറങ്ങി വീഴും. ഞാൻ വരാം, താൻ നടന്നോ. ഓക്കെ സാർ. സാറെന്തിനാ ഇവിടെ നിൽക്കുന്ന? സാറ് പോയില്ലേ? ഇല്ല, താനിനി വർക്ക് ചെയ്ത് നിൽക്കണ്ട, കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. ഏയ് വേണ്ട സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ റെസ്റ്റ് എടുത്തോണം. ഓക്കെ സാർ. എന്നാ താൻ ചെല്ല്. ഈ വിൻഡോ എന്താ ഇങ്ങനെ ഒരു 10 വർഷമായിട്ട് വൃത്തിയാക്കാത്ത പോലെ ഉണ്ടല്ലോ. ഇതൊക്കെ വൃത്തി കഴിയുമ്പോഴേക്ക് എന്റെ നടുമുടിയോ എന്തോ. എന്താ മോളിസേ ഇങ്ങനെ പിരിവെടുക്കുന്ന? വർക്ക് തന്നാ അത് ചെയ്തേച്ചാ പോരെ, ഇങ്ങനെ കിടന്ന് പിരിവെടുക്കണോ? ആ വന്ന് അടുത്തത്. അല്ല എന്ത് പറ്റി? അസിസ്റ്റന്റിനൊക്കെ പിടിച്ച് ജോലിക്കാരിയാക്കിയോ ബോസ്? ആ ആക്കി. എന്താ മാഡം കൂടി കൂടുന്നോ? ഞാനോ? ഞാൻ എന്തിനു കൂടണം? അതിന് ഞാൻ നിന്നെ പോലെ ജോലിക്കാരിയല്ലല്ലോ. ഓഹോ, അപ്പോ മാർക്കറ്റിംഗ് ഹെഡായിട്ട് മാഡം അവിടെ ചുമ്മാതിരിക്കും അല്ലേ? ജോലിയൊന്നും ചെയ്യുന്നില്ല അല്ലേ? ഡേഡി നീ കൂടുതലിട്ട് എനിക്കുണ്ടാക്കല്ലേ. അന്ന് ഡാനിയുടെ കാറില് ഫ്രണ്ട് സീറ്റില് നീ ഇരുന്നപ്പോ തന്നെ നിനക്കിട്ടൊന്ന് തരണമെന്ന് ഞാൻ വിചാരിച്ചതാ. അത് ഇങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റിയല്ലോ. സ്നേഹ, എന്താടി അടുത്ത വേലക്കാരിയായിട്ട് ഇവളെ സഹായിക്കാൻ വന്നതാണോ? ഓ തോഴിയായിരിക്കും. ആ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നോ? മാഡത്തിന് എന്തിത്ര പ്രശ്നം? എനിക്കില്ലാത്ത പ്രശ്നമാണല്ലോ മാഡത്തിന്. ഇവിടെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാനാണ് മാഡത്തിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കംപ്ലൈന്റ് ചെയ്യും. അയ്യോ 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 പേടിച്ചു പോയല്ലോ കുട്ടാ. നീ പോയി കംപ്ലൈന്റ് ചെയ്യടി, എനിക്കൊന്ന് കാണാമല്ലോ. സ്നേഹ, ഇന്നത്തെ മീറ്റിംഗിന്റെ മാർക്കറ്റിംഗ് റിപ്പോർട്ട്സാ നിനക്ക് തരാൻ പറഞ്ഞു സ്റ്റീഫ സാറ്. നീ എന്തിനാടി അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന? അത് നീ സാറിന്റെ ക്യാമ്പിൽ വെച്ചാൽ മതി, ഞാൻ അവിടെ നിന്ന് എടുത്തോളാം. എന്നാ പിന്നെ ജോലിക്കാരിയും തോഴിയും കൂടെ ഇവിടെ പണി ചെയ്തിരിക്കെ. ഇന്നത്തെ മീറ്റിംഗിന്റെ മെയിൻ ഞാനാണല്ലോ, അപ്പോ എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാനത് പോയി ചെയ്തിട്ട് വരാം. ആ വേഗം പൊക്കോ, അതാ മാഡത്തിന് നല്ലത്. എന്നാ പിന്നെ നീ ചെല്ലടി, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ആടി പോവാൻ നിക്ക. അല്ല നീ എന്തിനാ ഈ വിൻഡോയും ഈ റൂമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്ന? അതിനിവിടെ വേറെ ക്ലീനേഴ്സ് ഉണ്ടല്ലോ. ബോസ് പറഞ്ഞു ബോർഡ് റൂം ക്ലീനർ ഹാഫ് ഡേ എന്തോ ലീവാണ്. ആ ബെസ്റ്റ്. ബോസ് നിന്നെ വിട്ട് കഷ്ടപ്പെടുത്താൻ തുടങ്ങിയോ? ഏയ് ഇതത്ര വലിയ കഷ്ടപ്പാടൊന്നല്ല, ബട്ട് ഇതെന്റെ പോസ്റ്റ് അല്ലാന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെയാടി ഞാൻ പറഞ്ഞ അങ്ങയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആരും ഇത്രയും നാള് ഇതുവരെ ഇങ്ങനെ നിന്നിട്ടില്ല. നിന്നെ കൊണ്ട് അങ്ങേര് നല്ല പണിയെടുപ്പിക്കുന്ന എനിക്ക് തോന്നുന്ന. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ചരിത്രം മാറ്റി കുറിക്കാൻ പറ്റുമോന്ന്. എനിക്ക് നിന്നെ പറ്റി ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ട്. ബോസിന് ദേഷ്യം വന്നാൽ പിന്നെ കണ്ണു മൂക്കൊന്നും കാണില്ല, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ. അങ്ങനെ തോറ്റ് പിന്മാറിപ്പോകുന്നവളല്ല ഈ സ്നേഹ. ഞാനൊന്ന് നോക്കട്ടെ നിങ്ങളുടെ ബോസിനെ വിളച്ച് കുപ്പിയിലാക്കാൻ പറ്റുമോന്ന്. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ അങ്ങനെ കയറി പ്രേമിക്കാൻ പോവാ? അങ്ങനെയൊക്കെ ചോദിച്ചാ
ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ ബെസ്റ്റ്, നല്ല ആളെയാ നിനക്ക് പ്രേമിക്കാൻ കണ്ടത്. നീ കേട്ടിട്ടില്ലടി, ചിലപ്പോഴൊക്കെ പ്രേമത്തില് കടവ പോലും പൂച്ചയായി പോവും. അയ്യോ ബോസ്, ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാ എനിക്ക് നല്ലത്. ഏത് കടുവയെ പൂച്ചയാക്കുന്ന കാര്യോ നീ പറയുന്ന? ആ ബോസ്, ഞാൻ പറഞ്ഞ കാര്യം വല്ലതും കേട്ടതാണോ? അല്ല, നീ എന്താ ഈ ടാബിളിന്റെ അടിയിൽ ചെയ്യുന്ന? നിന്നോട് ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞ? അത് പിന്നെ സാർ, സോറി സാർ, അത് വഴി അങ്ങ് പോയപ്പോ അറിയാതെ. എഴുന്നേക്ക്. എന്തായി, എല്ലാം അറേഞ്ച് ചെയ്തോ? ഞാനെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുവായിരുന്നു സാറേ. അപ്പോ സ്റ്റെല്ല മാഡം ഇടയിൽ കയറി വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ച് അങ്ങ് പോയി. എന്നിട്ട് ഞാൻ വന്ന് കയറിയപ്പോ സ്റ്റെല്ലേന്ന് ഇവിടെ കണ്ടില്ലല്ലോ. നീയും ഇഷാനിയും കൂടെ ഏതോ കടുവയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞിരിക്കുമല്ലായിരുന്നോ? കടുവയുടെയും പൂച്ചയുടെയും കഥ. ഈ കടുവയുടെ കാര്യം ഇവിടെ പറഞ്ഞോണ്ടിരുന്നേന്ന് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. ഡേ, നീ നാളേക്ക് അതെ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ നോക്ക്. ഇവിടെയൊക്കെ പൊടി പിടിച്ചേക്കുന്നത് കാണുന്നില്ലേ നീ? ഞാൻ അവിടെ കുറെ ഒരച്ചത് സാറേ, ഒരച്ചിട്ടും പോകുന്നില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? എന്നോടുള്ള ദേഷ്യം മുഴുവൻ അവിടെ തീർത്ത പൊടിയൊക്കെ എങ്ങനെ പോവും? ഒന്ന് ആത്മാർത്ഥായി ചെയ്തു നോക്ക്, അപ്പൊ പൊക്കോളും. പിന്നെ നിന്റെ ക്ലീനിങ് കഴിയുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. അല്ലെ പിന്നെ നിന്റെ ക്ലീനിങ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ സാർ. എന്തൊരു ഒരേ ഞാനിട്ട് ഉറക്കുന്ന ഈ ഒരു മുഴുവൻ നിങ്ങളിട്ട് ഉറക്കാനാ എനിക്ക് തോന്നുന്ന. സർ, കോഫി. ആ, അവിടെ വെച്ചേക്ക്. കുടിക്കുന്നുണ്ടല്ലേ കോഫി, കടുവ. ഇതിപ്പോ എപ്പോ കയ്യോ എന്തോ എന്റെ നാടു. ഇത് കൊള്ളാലോ. लबों पे സോറി സാർ. മതി, നീ ചെന്ന് കോഫി കുടിക്കാൻ നോക്ക്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാർ, ഈ ഫയൽസ് ഒക്കെ ഓക്കെ അല്ലേ? യെസ്, താൻ അവിടെ പോയി ഇരുന്നോ, ഞാനിത് മാനേജ് ചെയ്തോളാം. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരുന്നോ. താങ്ക് യു. So today's meeting is about the new contract collaboration of marketing department. പിന്നെ തന്റെ പേരെന്തായിരുന്നു? സ്നേഹ. ഓ, നൈസ് നെയിം. സിയോന്റെ അസിസ്റ്റന്റ് ആണല്ലേ? സോ ഈ കോൺട്രാക്ട് താനായിരിക്കല്ലേ ഈ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തത്? അതെ. दिल झूम झूम दिल झूम झूम जाए दिल झूम झूम दिल. ഡാനി ബാക്കി പറയുന്നില്ലേ? ആ, യെസ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഇൻവൈറ്റ് സ്റ്റെല്ല. സ്റ്റെല്ലയാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. സോ ലെറ്റ്സ് ഹെർ ടോക്ക്. പിന്നെ എൻ്റെ പേര് വിരാട് എന്നാട്ടോ. സ്നേഹ, യെസ് സാർ. ഇവിടെ വാ, ഇവിടെ വന്ന് നിൽക്ക്. എന്താണ് സാർ? നിൽക്കാൻ പറഞ്ഞ നിന്നോണം. ഈ റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനോ? ഓക്കെ സാർ, ഇപ്പൊ വരാം. അല്ല, ഞാൻ വിരാട്. പോയോ? അല്ല സാർ, ഇതിൽ ഏത് റിപ്പോർട്ടാ ചെക്ക് ചെയ്യണ്ടേ? ഒരു റിപ്പോർട്ടും ചെക്ക് ചെയ്യണ്ട, നീ ഇവിടെ നിന്നാ മതി. എന്താ, നിൽക്കാൻ പറ്റില്ലേ? നിക്കാം. ആ, സ്നേഹ. ഹായ്. ആ, ഹായ്. മീറ്റിങ്ങിന്റെ ഇടയിൽ ഞാൻ സംസാരിച്ചപ്പോ താൻ വലിയ മൈൻഡ് ചെയ്തില്ല. അത് മീറ്റിംഗിന്റെ ഇടയിൽ എങ്ങനെയാ സംസാരിക്കുന്ന? ആ, ശരിയാ, മൈ മിസ്റ്റേക്ക്.
അല്ല എന്തായിരുന്നു പേര് പറഞ്ഞ? എന്റെ പേരാണോ വിരാട്? വിരാട്ടോ? ആഹാ, വിരാട് കോഹ്ലിയാണോ? ഏയ് അല്ല, വിരാട് വിത്തൗട്ട് കോഹ്ലിയാ. എന്നാ പിന്നെ വിരാട് വിത്ത് കോഹ്ലി ആയിരിക്കും. ഏ, ഇതെപ്പോ വന്നു? അല്ല, വിരാട്ടിന് പോവാൻ ടൈമായില്ലേ? എന്താ ഇവിടെ കറങ്ങി നടക്കുന്ന? ഏയ് ഒന്നുമില്ല, ഞാനിവിടെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുമായിരുന്നു. സാറേ, ഇയാളുടെ പേര് വളരെ വിരാട് വിരാട് കോഹ്ലി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗുമ്മില്ലേ? ഓ, അത്ര വലിയ ഗുമ്മൊന്നുമില്ല. എന്നാ പിന്നെ കോഹ്ലി അല്ല വിരാട്ട് അങ്ങോട്ടേക്ക് ചെന്നാട്ടെ. സ്നേഹ, പിന്നെ നീ എന്റെ ക്യാബിനോട്ട് വാ. ആ, ഞാൻ വന്നോളാം സാറേ. സാർ നടന്നോ. ആ, അല്ല താൻ നാട്ടിലെവിടെയാ? അല്ലെ ഇവിടെ തന്നെ സെറ്റിൽഡ് ആണോ? ഡേ, അവനെ നിന്നെ വല്ലാണ്ടങ്ങ് ഇഷ്ടായി തോന്നുന്നു. പോടി, അങ്ങനൊന്നുമില്ല. സൂക്ഷിച്ച്. ഇവൻ പോയില്ലേ? എടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മിസ്റ്റർ വിരാട്, തനിക്ക് പോവാറായില്ലേ? അല്ല സാറ്, സാറെന്തിനാ ഞങ്ങളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന? സാറിന് വേറെ പണിയൊന്നുമില്ലേ? ഡോ, താൻ കൂടുതൽ ഇങ്ങോട്ടിട്ട് പണിയുണ്ടാക്കാൻ നിൽക്കല്ലേ? തന്റെ സ്റ്റാഫ്സ് ഒക്കെ നേരത്തെ വിട്ടല്ലോ. തനിക്കിനിയും പോവാനായില്ലേ? ഞാൻ പോവാ. എന്നാ പിന്നെ ബൈ സ്നേഹ. ബൈ. അവിടെ ഒരു ബൈ. ഡി, നിന്നോടല്ലേ ഞാൻ ക്യാബിനോട്ടേക്ക് വരാൻ പറഞ്ഞേ? അത് പിന്നെ സാറേ, അത് വിരാട്ട്. വിരാട്ടല്ല, സച്ചിൻ. വിരാട്ട് അവനൊക്കെ പോയില്ലേ? ഇനി വേഗം ക്യാമ്പിനോട്ടേക്ക് ചെല്ലാൻ നോക്ക്. വേഗം ചെന്നോ, അല്ലേ നിന്നെ കറിയ ചങ്ങേരി കഴിക്കും. അത്രക്ക് ദേഷ്യമുണ്ട്. നിനക്കെന്താ ചേച്ചി? എന്തിനാ കിടക്കുന്ന? നീയോ? ഒന്നുമില്ലടി, ചെറിയൊരു വയറുവേദന. അതെന്തു പറ്റി? നീ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചില്ലേ? ഓ, കഴിച്ചടി. ഇത് പീരിയഡ്സിന്റെയാ. പീരിയഡ്സോ? നിനക്ക് 4-5 ദിവസമായല്ലോ പീരിയഡ്സ് ആയിട്ട്. ആ, അത് തന്നെയാ ഞാനും ആലോചിക്കുന്ന. 4-5 ദിവസമായി. ബട്ട് ഇപ്പോ നല്ല പെയിൻ ഉണ്ട്. ആണോ? സോറിഡി, ഞാൻ മീറ്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. നിന്നെ ഒന്നും വന്ന് നോക്കാൻ പോലും പറ്റിയില്ല. ഏയ്, കുഴപ്പമൊന്നുമില്ലടി. സ്റ്റീഫൻ സാറ് പെയിൻ കില്ലർ മേടിച്ചു തന്നായിരുന്നു. അത് കഴിച്ചപ്പോ കുറച്ച് കുറവുണ്ട്. എന്നോട് ആരെങ്കിലും വന്ന് പറഞ്ഞായിരുന്നേ ഞാൻ നിന്നെ വന്ന് നോക്കിയേനെ. ഏയ് പേടിക്കണ്ടോ, അവക്കിപ്പോ കുഴപ്പമുണ്ട്. ഞാൻ പെയിൻ കില്ലർ മേടിച്ചു കൊടുത്തായിരുന്നു. അത് പിന്നെ സോറി സാർ, സാറിന് ബുദ്ധിമുട്ടായി കാണുമല്ലേ? ഞാൻ മീറ്റിംഗില് അവിടെ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാ. ഏയ് അതൊന്നും പ്രശ്നമില്ല. എന്നാ പിന്നെ നിങ്ങൾ പൊക്കോ. പിന്നെ തനിക്ക് വയ്യെങ്കിൽ നാളെ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. ഏയ്, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല സാറേ. അത് നാളെ ആവുമ്പോ മാറിക്കോളും. അല്ലടി, ഇതെന്താ നീ അരയിൽ കിട്ടിയിരിക്കുന്ന? അയ്യോ സോറി. ഇതാ സാർ, സാറിന്റെ കോട്ട്. കോട്ടോ? ആ, ഇത് തന്റെ കയ്യിലായിരുന്നല്ലേ? ഞാനതങ്ങ് മറന്നുപോയി. ഞാനിപ്പോ മറന്നേനെ. ഇപ്പോ സ്നേഹ പറഞ്ഞപ്പോഴാ ശ്രദ്ധിച്ച. അല്ല, ഇതെന്ത് കേഡ്രാമ ഇവിടെ നടക്കുന്ന? കേഡ്രാമയോ? എന്ത് കേഡ്രാമ? ഏയ് ഒന്നുമില്ല. എന്നാ വാ, നമുക്ക് പോവാം. പോട്ടെ സാറേ. എന്നാ പിന്നെ ശരി സാറേ. പിന്നെ താങ്ക് യു. വെൽക്കം. പിന്നെ സൂക്ഷിച്ച് നടക്ക്. ആ സാറേ, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, അല്ലടി, എന്റെ കണ്ണൊന്ന് വെട്ടുമ്പോഴേക്ക് എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന? എന്ത് നടക്കാൻ? അല്ല, എനിക്ക് എവിടെ ഒരു കേഡ്രാമ നടക്കുന്നു. പീരീഡ്സ് ആകുന്നു, കൂട്ടൂരി കൊടുക്കുന്നു. എന്താ ഇത്? ആ, അത് എനിക്ക് പീരിയഡ്സ് ആയിട്ട് അവിടെ നിന്ന് പെയിൻ എടുക്കുമ്പോ അവിടെ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ സാറേക്ക് കൂട്ടൂരിട്ട് കെട്ടി തന്നു. അതിനിപ്പോ എന്താ? എന്താ കൂട്ടൂരി കെട്ടി തന്നോ? എന്നിട്ട് ബാക്കി പറ. പോടി വിരിപ്പേ, നീ വണ്ടി എടുക്ക്, നമുക്ക് വീട്ടിൽ പോവാം. ശരി, വാ.